അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? 3-4 ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നനച്ചുളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. 2-3 ദിവസമായിട്ടാണ് കേട്ടോ ഞാൻ നനച്ചുളിയൊക്കെ ഫുള്ളാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അൽമറകളും ഇതൊക്കെ നേരാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മിഞ്ഞാന്നത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് തന്നെ തുടങ്ങിയപ്പോൾ മോനാണ് കേട്ടോ. ഫാനും റേക്കുകളും ഒന്നും നമുക്ക് ഉയരം വിട്ട് കയറിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയൂലല്ലോ. അപ്പോൾ പിന്നെ ഓലെ കൊണ്ട് ചെയ്യിക്കാൻ കേട്ടോ. 2 മക്കളും ഞാനും കൂടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഒരു റൂമിൽ 2 കട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ 2 കട്ടിലും മറിച്ച് വെച്ചിട്ട് അതിൻ്റെ അടിയിലൊക്കെ അതൊന്നും നമ്മൾ എപ്പോഴും നോക്കൂലല്ലോ. അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലല്ലേ കട്ടിലിൻ്റെ അടിയിലൊക്കെ മാറാലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളതിങ്ങനെ അടിച്ചു വാരി തുടക്കുകയൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഒരു മാറാലിൻ്റെ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കട്ടിലുമ്മ പറ്റി പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കട്ടിലൊക്കെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്തിട്ടൊക്കെ മോറി ശരിയാക്കിയിട്ടോ. ഒന്ന് തുടച്ചെടുത്തു, മോറിയിട്ടൊന്നുമില്ല, തുടച്ചെടുത്തതാണ് കേട്ടോ. അതേപോലെ 2 റൂം, ഇത് പിന്നെ 3-ാമത്തെ റൂമാണ് കേട്ടോ. പിന്നെ പുറത്തു കൂടെ വലിയ മോന് ജനലിൻ്റെ പൊളികളൊക്കെ തുടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓനും ചെയ്യണുണ്ട്, ഇവനും കൂടെ ചെയ്യണുണ്ട് കേട്ടോ. അപ്പം ജനലുകളൊക്കെ ഞാനും തുടച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഉയരം വിട്ട് കയറാനുള്ളൂ പറ്റാത്തത്. പിന്നെ അത് മിഞ്ഞാന്ന് വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് കർട്ടനൊക്കെ അപ്പം തന്നെ അലക്കാട്ടിട്ടുണ്ടായിരുന്നു. കർട്ടനൊക്കെ അലക്കിയിട്ട് അതൊക്കെ ഉണങ്ങിയിട്ട് ഓന് രാത്രി ഇതൊക്കെ ശരിയാക്കാൻ കേട്ടോ. കർട്ടനൊക്കെ ഇട്ട് ശരിയാക്കാൻ കേട്ടോ. പിന്നെ മിഞ്ഞാന്ന് പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. താഴത്തത് പിന്നെ ഇന്നലെയാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെയാണ് ചെയ്യണത്. അപ്പോൾ അൽമറൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നത്തെ ദിവസം എല്ലാ റൂമിലെ അൽമറകളും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ എല്ലാതും കൂടെ നടക്കൂലല്ലോ. അപ്പോൾ 2-3 ദിവസം നല്ലതുപോലെ മെനക്കെട്ട് ഞങ്ങൾ 2-3 ആൾക്കാർ നല്ലതുപോലെ മെനക്കെട്ടിട്ടാണ് കേട്ടോ വീട് പോലെ ആയത്. അപ്പോൾ നമ്മൾ ഈ സീലിങ്ങിൻ്റെ ഉള്ളിലൊക്കെ മാറാലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അവനൊരു ബ്രഷ് ഇട്ടിട്ട് അതൊക്കെ തട്ടിയിട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് പിന്നെ അടിയിൽ മാറാലൊക്കെ തട്ടി ചുമരൊക്കെ ഒന്ന് നല്ലതുപോലെ നനച്ച് തുടച്ചെടുക്കട്ടോ. പിന്നെ നമ്മൾ നല്ല പിടിച്ചിട്ട് ചളിയൊക്കെ ഉള്ള ഭാഗങ്ങളുണ്ടാവുമല്ലോ. പെയിൻ്റ് അടിച്ചിട്ട് കുറേ ആയിക്കണം. അപ്പോൾ പെയിൻ്റ് അടിക്കാത്തതുകൊണ്ടൊക്കെ നല്ല ചുമരുമ്പോൾ നല്ല അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മളൊന്ന് ജിഫ് ഇട്ടിട്ട് ഒന്നിങ്ങനെ ഒരുതി കൊടുത്താൽ ആ ചളി ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ അതുപോലെ ഞങ്ങൾ സിറ്റ് ഔട്ടിൻ്റെ ചുമരൊക്കെ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ റേക്കിൻ്റെ കൂടുകളുണ്ടാവുമല്ലോ, പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്, അതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ എടുത്തപ്പോൾ അടുക്കളയിലാണ് ഇപ്പോൾ ഈ ചെയ്യണത് കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചളി ഒന്നിച്ചിങ്ങോട്ട് പോരും. പിന്നെ സിറ്റ് ഔട്ടിൽ ചുമരുമ്പീൻ കണ്ടോ അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ അതുമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ നമ്മൾ ചെരുപ്പ് വെക്കണ പെട്ടി കഴുകി, പിന്നെ ഓസിട്ടുങ്ങാണ്ട് സിറ്റ് ഔട്ടും പോർച്ചും മൊത്തത്തിൽ അങ്ങനെയാണ് കഴുകിയെടുക്കുക ചെയ്തത് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ കയറുമ്പോൾ നല്ലൊരു റാഹത്താണല്ലോ. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് പിന്നെ ഇന്നലെ രാത്രി 10:30 ഞങ്ങൾ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളങ്ങനെ ക്ഷീണിച്ച് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പോയിട്ട് ഭക്ഷണം കഴിച്ച് അങ്ങനെ പിന്നെ പെട്ടെന്ന് കിടക്കുകയാണ് ചെയ്തത്. കസാരകളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന്ന് രാവിലെ എടുത്തതാണ് കേട്ടോ. കസാലയൊക്കെ ഞങ്ങൾ കഴുകിയിട്ട് സിറ്റ് ഔട്ടൊക്കെ നേരെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഉണങ്ങിയിട്ട് എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ട്. പിന്നെ റൂമിലൊക്കെ ഫൈനലായിട്ടുള്ള നമ്മളെല്ലാതും കഴിഞ്ഞിട്ട് താഴത്തുള്ള റൂമുകളാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ബെഡിനൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്ടതാണ്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ വീട്ടിൽ നനച്ചുള്ളി കഴിഞ്ഞോ എന്ന് കമൻറ്റ് ചെയ്യണേ.